പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ആദരങ്ങളെ തുറന്ന് കർത്താവ് പറഞ്ഞു തരുന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ച് കർത്താവ് തരുന്ന ആശയങ്ങളിലേക്ക് കർത്താവെ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ഹൃദയങ്ങളിൽ കർത്താവ് ഇത് പ്രവർത്തിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കർത്താവിനെ രക്ഷകനായിട്ട് വിശ്വസിച്ച് കർത്താവെ ജീവിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആളുകളിൽ സജീവമായി പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനം ആരംഭിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം പൗലോസ് തൻ്റെ കാരാഗ്രഹത്തിലായിരുന്ന കാലത്ത് എഴുതിയ ഒരു ലേഖനമാണ്. റോമായിൽ വെച്ചോ എഫേസസിൽ വെച്ചോ ആയിരിക്കാം ഈ ലേഖനം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. ക്രിസ്തു തൻ്റെ ദൈവത്വം മുറുകെ പിടിക്കാതെ ദാസത്വം സ്വയം വരിച്ച് മനുഷ്യനായി തീർന്നതിനെപ്പറ്റി വിവരിക്കുന്ന എഫേസ്യർ 2-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള ഭാഗം ഈ ലേഖനത്തിലുള്ള ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളിൽ പ്രാധാന്യം അറിയിക്കുന്നതാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന പൗലോസിൻ്റെ പ്രസ്താവന നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫിലിപ്പിയ ലേഖനം, എഫേസസ് ലേഖനം കഴിഞ്ഞിട്ട് ഫിലിപ്പിയ ലേഖനം പഠിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഫിലിപ്പിയുടെ ഒരു ചരിത്രം നമ്മളൊന്ന് ആമുഖമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പൗലോസ് സാധാരണയായിട്ട് പ്രവർത്തനങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് തന്ത്രപ്രധാനമായ മേഖലകളാണ് പ്രവർത്തനത്തിന് തിരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. പുരാതന കാലത്തെ ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ ഫിലിപ്പി. സ്വർണ്ണഖനി, വെള്ളിയുടെ ഖനി, ഇതെല്ലാം BC 2000 പഴക്കമുള്ളതാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് ഈ പട്ടണം കീഴടക്കി. അദ്ദേഹമാണ് ഇതിന് ഫിലിപ്പി എന്ന പേര് കൊടുത്തത്. പിൽക്കാലത്ത് അത് റോമാക്കാരുടെ കോളനിയായി തീർന്നു. ഇവരുടെ വേഷം, ആചാരം, ഭാഷ ഇവയെല്ലാം റോമൻ തന്നെയായിരുന്നു. പൗലോസ് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇത് റോമൻ കോളനിയാണ്. AD 51 പൗലോസ് ഫിലിപ്പിയിൽ വരികയും അവിടെ സഭ സ്ഥാപിക്കാൻ ഇടയാകുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി ഒരു ക്രിസ്തീയ സഭ സ്ഥാപിക്കപ്പെടുന്നത് ഈ ഫിലിപ്പിയിലാണ്. ക്രിസ്തു വിശ്വാസികൾക്കുണ്ടാകേണ്ട സ്ഥിരത, ഐക്യം, ക്രിസ്തു വിജ്ഞാനത്തിൻ്റെ രത്നചുരുക്കം, സമൂഹത്തിനു വേണ്ടി നമ്മുടെ അവകാശങ്ങളെ ബലികഴിക്കുക, നിസ്വാർത്ഥമായ സേവനം ചെയ്യുക എന്നിവയെക്കുറിച്ചൊക്കെ പൗലോസ് ഈ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പരിച്ഛേദനവാദികളുണ്ട്, അവരെയൊക്കെ ഒന്ന് അകറ്റി നിർത്തണം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലെ പുതുജീവൻ നമ്മൾ പ്രാപിക്കുകയും വേണം. ഈ കാര്യങ്ങൾ പൗലോസ് ഈ ലേഖനങ്ങളിൽ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പൗലോസ് ഇവിടെ സഭ സ്ഥാപിച്ചതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ ചില സഹായങ്ങളൊക്കെ ചെയ്യാൻ ഈ ഫിലിപ്പിയർ സഹായിച്ചു. അതിനൊരു നന്ദി രേഖപ്പെടുത്തി പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ നന്ദിയുടെ ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ് ഒരു അർത്ഥത്തിൽ ഈ ലേഖനം. എങ്കിലും ഗഹനമായ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനും ധ്യാനിക്കാനും ഉണ്ട്. 1-ാം അധ്യായം നമുക്ക് തുടങ്ങാം. 1-ാം വാക്യം.
യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിലെ സകല വിശുദ്ധർക്കും എഴുതുന്നത്. പൗലോസാണ് യഥാർത്ഥത്തിൽ ഈ ലേഖനം എഴുതുന്നത്. തിമോഥെയോസ് കൂടെ പ്രവർത്തിച്ച വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരും ചേർത്ത് എഴുതുന്നത്. രണ്ടുപേരെയും കർത്താവിൻ്റെ ദാസന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാസൻ എന്നതിന് അടിമ എന്നുള്ള വാക്കാണ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൂലോസ് എന്ന് പറയും. ഡൂലോസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവൻ, അഥവാ ഒരു യജമാനൻ ഇല്ലാത്തവൻ എന്നതിൻ്റെ അർത്ഥം. പൗലോസ് സ്വയം വിളിക്കുന്നത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടിമയാണ് എന്നാണ്. ഇതോടനുബന്ധിച്ച് ശ്രദ്ധാർഹമായ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ നാമമായിട്ട് പൗലോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗം എന്ന് പറയുന്നത് കർത്താവ്, കൂറിയോസ് എന്നാണ്. യേശുവിനെ എപ്പോഴും എൻ്റെ കർത്താവ് എന്നാണ് വിളിക്കുന്നത്. കൂറിയോസ് അഥവാ കർത്താവ് ഒരു വസ്തുവിന്മേലോ വ്യക്തിയിന്മേലോ അവിതർക്കിതമായ അവകാശമുള്ള ആൾ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ കൂറിയോസ് എന്നുള്ളതിൻ്റെ എതിർപദമാണ് ഡൂലോസ് എന്ന് പറയുന്നത്, ദാസൻ, അടിമ. പൗലോസ് തന്നെ കർത്താവിൻ്റെ ഒരു അടിമയായി, ഒരു ദാസനായി കണക്കാക്കിയിരിക്കുന്നു. രണ്ടാമതൊന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഴയ നിയമത്തിൽ മോശ, യോശുവ, ആമോസ്, ജെറമിയ മുതലായ ദൈവത്തിൻ്റെ വീരന്മാർ ദാസന്മാര്, ഡൂലോസ്, അടിമ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈവത്തിൻ്റെ ദാസനായ മോശ എത്രയോ വലിയ ആളാണ്. പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശ. പ്രവാചകന്മാർ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ അടിമകളാണ് എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വാചകത്തിലോട്ട് കയറാം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൗലോസ് ആശംസിക്കുന്നത് രണ്ട് വാക്കുകളാണ്, കൃപയും സമാധാനവും. ആ രണ്ട് വാക്കുകളെക്കുറിച്ച് നമ്മൾ അല്പം അറിയണം. കൃപയുടെ പുറകിലുള്ള ഒരു ആശയം അനർഹമായ മഹാമനസ്കത എന്നാണ്. ഒരുവൻ്റെ പ്രയത്നത്താൽ നേടുവാൻ കഴിയാത്ത അനർഹമായ അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ അളവറ്റ നന്മയിലും സ്നേഹത്തിലും അവന് ദാനമായി ലഭിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അത് ദാനമാണ്, അറിയിക്കുന്നതൊന്നും അല്ല, ദൈവം തരുന്നതാണ്. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സ്നേഹമാണ് കൃപയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ ഇത് തരുന്നത്? കർത്താവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് ഇത് തന്നു, അത്രയേ ഉള്ളൂ. ഞാൻ യോഗ്യനായിട്ടല്ല. പൗലോസ് കൃപ ആശംസിക്കുമ്പോൾ ഇതാണ് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം അനർഹമായ ദൈവദാനങ്ങളാൽ സദ്ഫല സമ്പൂർണമായി തീരട്ടെ എന്ന ഈ ആശംസ, കൃപ ആശംസിക്കുന്നതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്ക് ഒന്ന് ചിന്തിക്കാം. സമാധാനം എന്നുള്ളതാണല്ലോ. സങ്കീർത്തനം 4:8 പറയുന്നു, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങാണല്ലോ എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് കർത്താവിനെയാണ്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. അതുകൊണ്ട് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എൻ്റെ മനസ്സ് അസ്വസ്ഥമാകത്തില്ല, കിടന്നുറങ്ങും. കിടന്നുറങ്ങുന്നവർക്ക്
ഹൃദയം സ്വസ്ഥമായിരിക്കണം. പലരും പറയാറില്ലേ, ഉറങ്ങാനൊത്തില്ല. ഇപ്പം ചൂടുകാലത്ത് പറയും ഉറങ്ങാനൊത്തില്ല, ചൂടായതുകൊണ്ടാണെന്ന് പറയും. ചിലപ്പോൾ ചൂടാകാലം അല്ലെങ്കിലും പറയും ഉറങ്ങാനൊത്തില്ല. ഉറങ്ങത്തില്ല പലരും. അതിൻ്റെ ഒരു കാരണം അവരുടെ മനസ്സ് പല കാര്യങ്ങളാൽ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക, അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. മനസ്സ് ശാന്തമാകണം, പ്രശാന്തമാകണം, കിടന്നുറങ്ങുവാൻ സാധിക്കും. ദാവീദ് അങ്ങനെ പറഞ്ഞത്, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതം നൽകുന്നത്. സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ കിടക്കാം, ഉറങ്ങാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2:13-14 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. യേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിന് സ്തുതി, മഹത്വം അത്യുന്നതങ്ങളിൽ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സമാധാനം. അപ്പം അത് മാലാഖ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾക്ക് സമാധാനം. ആർക്കാണ് സമാധാനം എന്നോട് ഇവിടെ മാലാഖ പറഞ്ഞേച്ചാ പോയത്? ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖ പറഞ്ഞത് ഭൂമിയിലുള്ള എല്ലാവർക്കും സമാധാനം എന്നല്ല, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയണമെങ്കിൽ പോലും ദൈവകൃപ വേണം എന്ന് അർത്ഥം. ഇനി നമ്മളെ മൂന്നാമതൊരു പോയിന്റ് ചിന്തിക്കുന്നത്, ഈ സമാധാനം എന്ന് പറയുന്നത് അതൊരു ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം 29:11 പറയുന്നു, കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സമാധാനം ഒരു വലിയ അനുഗ്രഹമാണ്. അത് തരുന്നത് കർത്താവാണ്. അവൻ്റെ ആ ദൈവം തൻ്റെ ജനത്തെ, നമ്മളെയൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. ഇനി സമാധാനം എന്ന് പറയുന്നത് ഒരു അല്പസമാധാനമല്ല, അത് സമൃദ്ധമായി ലഭിക്കും. ദൈവം നമുക്ക് വല്ലതും തരുമ്പോൾ ഒരല്പം ഇങ്ങോട്ട് തരികയല്ല. ചിലർ ഭിക്ഷക്കാർക്ക് 5 പൈസ നാണയത്തൊട്ടുണ്ടോ നോക്കി എടുത്ത് കൊടുക്കുന്ന ആ രീതിയല്ല ദൈവത്തിൻ്റേത്. അവൻ തരുന്നത് സമൃദ്ധമായിരിക്കും. അവൻ സമൃദ്ധമായി സമാധാനം നൽകും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കൊട്ടം നിറയെടുത്തു. ചുരുക്കിയൊന്നുമല്ല. 5 കൽഭരണികളിൽ വെള്ളം നിറച്ച് എല്ലാവർക്കും കൊടുത്ത് മിച്ചം വരികയാണ്. സമൃദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് തരുന്നത്. സങ്കീർത്തനം 119:165 വാക്യം പറയുന്നു, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും, അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാകുകയില്ല. ശാന്തി ലഭിക്കും എന്ന് പറഞ്ഞാൽ വലിയ ശാന്തത, സമാധാനം ലഭിക്കുമെന്ന വാക്ക്. ഗ്രേറ്റ് പീസ് ഹാവ് ദോസ് ഹു ലവ് യുവർ ലോ. നിന്റെ നിയമം അനുസരിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ സമൃദ്ധമായ ധാരാളമായ ആ സമാധാനം ഉണ്ടാകും. മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ സമാധാനത്തിൻ്റെ പൂർണ്ണത ലഭിക്കും. വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞില്ലേ ഭരണിയിൽ, 3/4 ഭാഗമോ 1/2 ഭാഗവുമല്ല. സമാധാനത്തിൻ്റെ പൂർണ്ണത ലഭിക്കും. യേശയ്യ 26:3 പറയുകയാണ്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു, പൂർണ്ണതയിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവർക്കാണ് അതിൻ്റെ തികവിൽ, അതിൻ്റെ പൂർണ്ണതയിൽ സമാധാനം ലഭിക്കും. അത് നമുക്ക് വേണമല്ലോ. അല്ലാതെ എപ്പോഴും ഓരോ വിഷയത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം ഒരു നദി പോലെ ഒഴുകുമെന്നാണ് യേശയ്യ പറയുന്നത്. 48:18 യേശയ്യ പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ, യഹോവ പറയുന്ന വാക്യമാണ്,
നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നീതി കടൽ അലകൾ പോലെ ഉയരുമായിരുന്നു. സമാധാനവും ഉണ്ടാകും, നീതി അങ്ങ് ഉയർന്നും വരും. കടൽ അലകൾ പോലെ നീതി ഉയർന്നു വരും. അഞ്ചാമതൊരു കാര്യം ഇതിനെക്കുറിച്ച് അറിയേണ്ടത്, ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാനമാണ്, ഇഷ്ടദാനമാണ്. കർത്താവ് ഈ ഭൂമിയിലെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ സമയമായപ്പോൾ ശിഷ്യന്മാരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഞാനങ്ങ് പോവുക. ഇപ്പം ഞാൻ പോകുമ്പോൾ ഈ താക്കോലും മറ്റെല്ലാം ഞാനങ്ങ് കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത്. ഞാൻ ഇത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഏത് സമാധാനം? ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ട്. കൊടുങ്കാറ്റടിച്ചപ്പോൾ ഞാനുണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ടായി, കൊടുങ്കാറ്റ് നിന്നു, കടൽ ശാന്തമായി. അതെല്ലാം ശരി തന്നെ. ഇനി ഞാനങ്ങ് പോകുമ്പോഴോ സമാധാനം ഞാനങ്ങ് കൊണ്ടുപോകുന്നുമല്ല. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളെ ഭാരപ്പെടുത്തുന്നത്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവിലങ്ങ് സമർപ്പിക്കുക, അതെല്ലാം കർത്താവ് ചെയ്തു തരും. ഇനി കർത്താവ് തരുന്ന സമാധാനം നമ്മുടെ ധാരണയ്ക്ക് അപ്പുറമാണ്. നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഫിലിപ്പിയർ 4:7 നമ്മൾ പഠിക്കാൻ പോകുന്ന ലേഖനത്തിൽ 4:7 പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. ദൈവത്തിൻ്റെ മുമ്പിൽ അതങ്ങ് സമർപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിശയിക്കുന്ന, അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ എല്ലാ ചിന്തകളും അതിനെയൊക്കെ അതിശയിക്കുന്ന സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം, അപേക്ഷകൾ കൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും സ്തുതിയും കൃതജ്ഞതയും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹൃദയത്തിൽ സമാധാനം ഇങ്ങ് വരും. അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ സമാധാനം എന്ന് പറയുന്ന കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. യേശു ക്രിസ്തു മൂലമാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. അല്ല നമ്മൾ മിടുക്കരോ അറകരോ ഒന്നുമല്ല നോർക്കണം. അപ്പസ്തോല പ്രവൃത്തികളിൽ 10:36 പറയുന്നു, സമാധാനത്തിൻ്റെ സദ്വാർത്തയാണ് വിളംബരം ചെയ്യപ്പെട്ടത്. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് മൂലമാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. റോമ 5:1 പൗലോസ് എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് ദൈവമായിട്ടൊരു സമാധാനമുണ്ട്, അനുരഞ്ജനപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നമ്മൾ പാപികളൊക്കെ ആയിരുന്നു, പക്ഷേ യേശു കർത്താവ് എന്ത് ചെയ്തു? അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി. നാം വിശ്വസിക്കണം. കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് കൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് സമാധാനത്തിലായിരിക്കാം. ദൈവം നമ്മളെ ഇനിയൊന്നും വഴക്കൊന്നും പറയത്തില്ല, നമ്മളെ ദ്രോഹിക്കത്തില്ല, നമുക്ക് ശിക്ഷയൊന്നും തരത്തില്ല. കർത്താവായ യേശു നമ്മളെ കഴുകി വൃത്തിയാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് ദൈവവുമായിട്ട് സമാധാനത്തിലായിരിക്കാം. യേശുക്രിസ്തുവാണ് ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ചത്. എഫേസ്യോസ് 2:16 വാക്യം ഇങ്ങനെ പറയുന്നു, ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ
ഇരുകൂട്ടരെയും ദൈവത്തോടെ അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നെയിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവനിങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ നിർത്തുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിപ്പെട്ട് നമ്മളെ നീതീകരിച്ചവരായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്. നമ്മൾ ഭാരപ്പെടേണ്ട. യേശുക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തം വഴിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ സമാധാനം ലഭിച്ചത്. 1 കൊളോസോസ് 1:20 പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും തന്നിലൂടെ അവിടുന്ന് തന്നോടെ അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മൾ സമാധാനം അന്വേഷിക്കണം, വഴക്കുണ്ടാക്കുകയല്ല, യുദ്ധം നടത്തുകയല്ല. നമ്മൾ അന്വേഷിക്കേണ്ടത് സമാധാനമാണ്. സമാധാനം അന്വേഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. സമാധാനം അന്വേഷിക്കുവാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 34:14 പറയുന്നു, തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവീൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ. യെശയ്യാ 27:5 പറയുന്നു, അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ, എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ, അപ്പോൾ എല്ലാം സമാധാനത്തിൽ പരിപാലിക്കപ്പെടും എന്നർത്ഥം. നമ്മുടെ ദൈവം യുദ്ധത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ദൈവമായിട്ടല്ല അറിയുന്നത്. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാകുന്നു. റോമർ 16:20 പൗലോസ് എഴുതിയിരിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അവൻ ഈ പിശാചിനെ നമ്മുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും. ഹെബ്രായ 13:20-21 പറയുന്നു, ആടുകളുടെ വലിയ ഇടയനായ കർത്താവ് ആ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. ആ ഉടമ്പടിയുടെ രക്തം യേശുവിൻ്റെ രക്തമാണ്. ആ രക്തം കൊണ്ട് നമ്മളെ എല്ലാ നന്മകളും കൊണ്ട് ധന്യരാക്കട്ടെ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇനി നമ്മളെ 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ ചിന്തിക്കുകയാണ്. വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ യാചിക്കുന്നു. ആദ്യ ദിവസം മുതൽ ഇന്നുവരെയും സുവിശേഷ പ്രചാരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സുവിശേഷ പ്രചാരണത്തിലുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അതിൽ ചേർന്ന് പ്രവർത്തിച്ചു എന്നാണ്. സുവിശേഷ പ്രചാരണത്തിൽ അവർ പ്രവർത്തിച്ചു തീർച്ചയായിട്ടും കാണും. ഇനിയും സാമ്പത്തികമായും മറ്റു രീതിയിലും പൗലോസിനും കൂട്ടർക്കും ആവശ്യമായി വന്നപ്പോൾ കൂട്ടായ്മയുടെ ബലം, ആ സഹായം അവർ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അതിന് നന്ദി പറയുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യങ്ങളിൽ പൗലോസ് ദൈവത്തിന് നന്ദി പറയുന്നു. സന്തോഷത്തിൻ്റെ ഒരു കുറിപ്പ് ഈ ലേഖനത്തിലെ ഉടനീളം കാണാം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പ്രത്യേകതയാണ് സന്തോഷിക്കുവീൻ എന്ന് പൗലോസ് പല പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 1-ാം അധ്യായം 18-ാം വാക്യം 25-ാം വാക്യത്തിൽ കാണാം. 2-ാം അധ്യായം 2,
17, 18, 28, 29 വാക്യങ്ങളിൽ കാണാം. 3-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്. 4-ാം അധ്യായം 1, 4, 10 ഇവിടെ എല്ലാം ഈ സന്തോഷത്തിൻ്റെ കാര്യം എടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. എന്തിനാണ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണ്ടി ക്രൂശിതനായ യേശു നമ്മളെ നീതീകരിച്ചു, കൃപ തന്നു, സമാധാനം തന്നു. സമാധാനം തന്നെങ്കിൽ പിന്നെ സന്തോഷത്തോടെ ഇരിക്കാമല്ലോ. ഇനി എപ്പോഴൊക്കെയാണ് സന്തോഷിക്കേണ്ടത് എന്ന് ചില സൂചനകൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ പ്രവൃത്തികളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ള എത്രയോ എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹിച്ച കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയേണ്ടതാണ്. അപ്പോൾ അതിനെ ഓർത്ത് നമ്മൾ മനസ്സിൽ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. ദൈവം നമ്മുടെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിയമാവർത്തനം 12:7 പറയുന്നു, നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങളും കുടുംബങ്ങളും അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം. ബലിയർപ്പിച്ച വസ്തുവിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള നിങ്ങളുടെ ആ പങ്കുണ്ടല്ലോ, അവിടെ വെച്ച് തന്നെ ഭക്ഷിക്കുക, സന്തോഷത്തോടെ ഭക്ഷിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കർത്താവ് തന്നത്, അതിൻ്റെ നന്ദി സൂചകമായിട്ട് നിങ്ങളത് അവിടെ വെച്ച് തന്നെ ഭക്ഷിക്കുവീൻ. ഇനി നമ്മൾ സന്തോഷിക്കേണ്ട വേറൊന്നുള്ള കാര്യം, കർത്താവിൽ ശരണം പ്രാപിച്ചവരായ നമ്മളെല്ലാവരും സന്തോഷിക്കണം. സങ്കീർത്തനം 5:11 അങ്ങയിൽ ശരണം പ്രാപിച്ചവർ സന്തോഷിക്കട്ടെ, അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ, അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവിൽ ശരണം പ്രാപിച്ച നമ്മൾ എന്തെല്ലാം പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ നാം സന്തോഷിക്കണം. 3-ാമത് പറഞ്ഞിരിക്കുന്നത്, നീതിമാന്മാരും പരമാർത്ഥ ഹൃദയരും ആനന്ദിക്കണം. നീതിമാന്മാരും പരമാർത്ഥ ഹൃദയരും ആനന്ദിക്കണം. സങ്കീർത്തനം 32:11 എഴുതിയിരിക്കുന്നു, നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവീൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവീൻ. നീതിമാന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിന് മുമ്പിൽ നമ്മൾ നീതിമാന്മാരായിരിക്കണം. നീതി പ്രവർത്തിക്കുന്നവർ നീതിമാനാണ്. ഇനി നമ്മുടെ തെറ്റുണ്ടെങ്കിൽ നീതിമാനല്ല. അപ്പോൾ നമ്മൾ തെറ്റിനെ എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കണം. യേശുവിൻ്റെ സന്നിധി ചെല്ലുമ്പോഴാണ് അത് ആകുന്നത്. വലത്ത് ഭാഗത്തെ കള്ളന് ഒരു കൊള്ളക്കാരനും കൊലപാതകയുമാണ്, പക്ഷെ നീതീകരിക്കപ്പെട്ടു. കർത്താവേ, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവൻ്റെ പാപത്തെക്കുറിച്ച് അവൻ പശ്ചാത്തപിച്ചു, കർത്താവിനോട് യാചിച്ചു. കർത്താവ് പറഞ്ഞു, ഇന്ന് തന്നെ നീ എൻ്റെ കൂടെ പ്രതീക്ഷയിലായിരിക്കും. നീതീകരിച്ചു. പിന്നെന്തിനാ അവൻ ദുഃഖിക്കേണ്ടത്? അവൻ നീതിമാനായി കഴിഞ്ഞു, സന്തോഷിക്കണം. ഇതാണ് നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ. പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്ത് വിളിക്കുകയും. ഹൃദയം പരമാർത്ഥമായിരിക്കണം. എപ്പോഴും സത്യത്തിലേ നടക്കാവൂ. കള്ളവും പറഞ്ഞ് വ്യാജവും പറഞ്ഞ് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കാൻ അത് ശരിയല്ല. കർത്താവിൻ്റെ ഹൃദയം എപ്പോഴും പരിശുദ്ധമാണ്. സത്യമല്ലാതൊരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വരത്തില്ല. കാര്യം അവൻ്റെ ഹൃദയം പരിശുദ്ധമാണ്. ഈ പിശാചെന്ന് പറയുന്നത് എപ്പോഴും അസത്യമേ പറയുള്ളൂ. കള്ളം പറയുക അവൻ്റെ തൊഴില, അവൻ്റെ ശീലമത, അവൻ്റെ സ്വഭാവമത. അതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിൽ നമ്മൾ ഉൾപ്പെട്ട് വീഴരുത്. പരമാർത്ഥ ഹൃദയമുള്ളവരായിരിക്കണം. നമുക്ക് ആഹ്ലാദിച്ച് ആർത്ത് ഘോഷിക്കാം. ദൈവം നമ്മളെ സന്തോഷം തരട്ടെ. നമ്മുടെ ശത്രുക്കളെ ചിതറിച്ചിരിക്കുന്നതിൽ സന്തോഷിക്കുകയും. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്കാണ് അത് സംഭവിക്കുന്ന. കാരണം ഇസ്രായേൽ ജനങ്ങളുടെ ചുറ്റും കിടക്കുന്ന മറ്റ് ജാതികൾ, രാഷ്ട്രങ്ങൾ എപ്പോഴും ശത്രുക്കളായിട്ട് അവരോട് യുദ്ധം ചെയ്തവരെ നശിപ്പിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കർത്താവ് ചില സമയങ്ങളിൽ ഈ ശത്രുക്കളെ ചിതറിച്ച് കളയും. അപ്പോൾ കുറച്ച് നാളെങ്കിലും ഇസ്രായേൽക്കാർക്ക് മനസ്സിൽ സന്തോഷത്തോടുകൂടെ ഇരിക്കാമല്ലോ.
ശത്രുക്കളെ ചിതറിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. സെഫാനിയ 3:14-15 വാക്യങ്ങൾ പറയുകയാണ്. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലേ ഓർത്തു വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ശത്രുക്കളെ വന്ന് നിന്നെ ആക്രമിക്കാൻ വരിക, അവരെ ചിതറിച്ച് കളഞ്ഞു. നിനക്കെതിരെ ചില വിധികളുണ്ടായിരുന്നു, കർത്താവ് അതും അങ്ങ് മായ്ച്ചു കളഞ്ഞു. ഇനി നീ സന്തോഷിക്കുക, സിയോൻ പുത്രി ആനന്ദിക്കുക. കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് അടുത്ത് വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് പോലും കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വിട്ടങ്ങ് പോവുകയാണെന്നൊന്നും വിചാരിച്ചാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും. ഞാനൊരു മറ്റൊരു പ്രഭുവിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും, സമാധാനത്തിൻ്റെ ആൾ, ഉപദേഷ്ടാവ്, വക്കീൽ, നിങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്വൈസും തരും. ഞാനങ്ങ് പോകുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചൊക്കെ അവൻ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾ വിഷമിക്കണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. മോശയെ ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുത്ത് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ കനാൻ നാട്ടിലേക്ക് നയിക്കണമെന്നുള്ള ജോലി ദൈവം ഏൽപ്പിച്ചതാണ്. ദൈവം ഏൽപ്പിച്ചതാകുമ്പോൾ സന്തോഷത്തോട് ചെയ്യാം. പക്ഷേ മോശയ്ക്കൊരു വിഷമമുണ്ടായി. കർത്താവെ, ഞാൻ വിക്കനാ, എനിക്കെങ്ങനെ പറയാനറിയത്തില്ല. യഥാർത്ഥത്തിൽ വാഗ്വിലാസമുള്ള മനുഷ്യനായിരുന്നു മോശ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അദ്ദേഹത്തിന് ഫറവോന്റെ അടുത്ത് ചെല്ലാൻ ഒരു വിഷമം കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ശക്തി എന്ത്? ഇസ്രായേൽ ജനത്തെ 10-60 ലക്ഷം ജനം കാണും, ഒരു രാജ്യത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരണം. അല്ല, ഫറവോ രാജാവ് സമ്മതിക്കുമോ? ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പിന്നെ ഇങ്ങനെ കുറുകെ കടക്കുന്ന ഒരു ചെങ്കടല ആദ്യം കാണുന്നത്. എങ്ങനെ കടക്കും? ഇതെല്ലാം വിഷമങ്ങളാണ്. ഇവർക്ക് ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, വെള്ളം എങ്ങനെ കൊടുക്കും? കർത്താവെ, എന്നെ കൊണ്ടുവെക്കുമോ? ഞാനൊരു ചെറിയ പയ്യൻ, അല്ലെ ഒരു ചെറിയ 40 വയസ്സുണ്ട് 80 വയസ്സുണ്ടപ്പോൾ എന്നെ കൊണ്ടുവെക്കുമോ എന്നാണ് മോശ ചോദിക്കുന്നത്. കർത്താവ് പറഞ്ഞ മറുപടി, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മളൊരു കാര്യത്തിന് കർത്താവ് നിയമിച്ച് വിടുമ്പോൾ നമ്മളെ തനിച്ചല്ല, കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് മോശയുടെ കാലം കഴിഞ്ഞിട്ട് ജോഷുവയെ ഇത് വരവേൽപ്പിക്കുമ്പോൾ ജോഷുവ ഇത് തന്നെ പറയുക, കർത്താവേ, എന്നെ കൊണ്ടൊക്കുമോ? ഞാൻ മോശയുടെ ഒരു ദാസനായിരുന്നു. മോശയ്ക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഭൃത്യൻ. എന്നെ കൊണ്ട് ഇതൊക്കുമോ? ഞാൻ വലിയ നേതാവായിട്ട് മാത്രമോ? യുദ്ധ നേതാവാകണം, യുദ്ധം ചെയ്തതെല്ലാം പിടിച്ചെടുക്കണം. ഒക്കും കർത്താവേ, നീ എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ ചെയ്യാം. മോശയുടെ കൂടെ നീ ആയിരുന്നത് പോലെ നീ എൻ്റെ കൂടെ ആയിരിക്കാമെങ്കിൽ ഞാനത് ചെയ്യാം. കർത്താവ് പറഞ്ഞു, മോശയുടെ കൂടെ എന്നതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓർക്കണം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇസ്രായേൽ ജനം സന്തോഷിച്ച് എന്താണെന്നറിയാവോ? കർത്താവ് തൻ്റെ ജനത്തോട് ഇത്രമാത്രം അടുത്തിരിക്കുന്ന, സാമീപ്യത്തിലിരിക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം വേറെ ഏത് ജനതയ്ക്കാണ് ഉള്ളത്? നമ്മുടെ ജനത എത്രയോ ശ്രേഷ്ഠം, അത്രമാത്രം സന്തോഷിക്കണം. തൻ്റെ ജനത്തിൻ്റെ കൂടെ ഇത്രമാത്രം അടുത്തിരിക്കുന്ന ഒരു ദൈവം വേറെ ആർക്കുമില്ല. നമ്മൾ സന്തോഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നൊരു വാർത്ത കേട്ടാൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കണം. സഖറിയാവ് 9-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്,
അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഇത് സംഭവിച്ചതെപ്പോഴാണ് നമുക്കറിയാം. ഓശാന എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ദിവസം കർത്താവ് ജെറുസലേമിലേക്ക് കയറി വന്നപ്പോൾ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നു. ജനങ്ങളെ റോഡിലെല്ലാം ഈ കമ്പുകളൊക്കെ വെട്ടി ഇങ്ങനെ വിതറി, സ്വന്തം വസ്ത്രം വഴിയിൽ വിതറി ഇങ്ങനെ വിരിച്ചിട്ടു. എല്ലാവരും വിളിച്ചു പറഞ്ഞു ഓശാന. ശിശുക്കൾ വിളിച്ചു പറഞ്ഞു ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഇസ്രായേൽ രാജാവ് അനുഗ്രഹീതൻ ഓശാന. അതാണ് ഇവിടെ പറയുന്നത്. ആഹ്ലാദിക്കണം. ആരാ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? നമ്മുടെ നാഥൻ, കർത്താവ്, രാജാവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നമ്മുടെ അടുത്തേക്ക് വിനയാന്വിതനായി ഇറങ്ങി വരികയാണ്. രാജാക്കന്മാർ വരുന്ന പോലെ മുഖത്ത് ഭാരമൊന്നും കാണിച്ചുകൊണ്ടല്ല, വളരെ വിനയത്തോടുകൂടി, കുതിരപ്പുറത്തുമല്ല കഴുതക്കുട്ടിയുടെ പുറത്ത് ദൈവപുത്രൻ മനുഷ്യനായി വന്നവൻ ഇതാ നമ്മുടെ അടുത്തേക്ക് വരുന്നു. സന്തോഷിക്കുക സിയോൻ പുത്രി എന്ന്. വേറൊന്ന് നമ്മൾ സന്തോഷിക്കേണ്ടത്, പലർക്കും ഒരു സംശയമുണ്ട്. ഞാനിവിടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണ്, കർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ കാണുന്നില്ലേ? ഞാൻ കർത്താവിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? ഇനി കർത്താവിന് വേണ്ടി ഞാൻ അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അനേകർക്ക് വേണ്ടി അവരുടെ സൗകര്യങ്ങളെ ബലപ്പെടുത്താൻ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞാനിതെല്ലാം ചെയ്തിട്ട് അവസാനം മരിച്ചങ്ങ് നരകത്തിൽ പോയാൽ എന്ത് പ്രയോജനമെന്ന് ചിലർ ദുഃഖിക്കും. ഇല്ല, നിങ്ങൾ ഓർത്തോണം, നിങ്ങളെ ദുഃഖിക്കാനല്ല ഇതൊക്കെ പറഞ്ഞത്. നിങ്ങളെന്ന് സന്തോഷിക്കണം. കാരണം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു. അതുകൊണ്ട് സന്തോഷിച്ചോളീൻ. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ഉറപ്പ് വേണം, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടെന്നു എന്ന് കേൾക്കുവാൻ. എന്താണ്, എങ്ങനെ നമ്മൾ ഉറപ്പിക്കും? കർത്താവ് പറഞ്ഞു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നു. എപ്പോൾ? യേശു ക്രിസ്തുവിനെ നിന്റെ കർത്താവും രക്ഷകനുമായി വിശ്വസിച്ചേറ്റ് പറഞ്ഞാൽ, നീ കർത്താവായ യേശുവിന് നിന്റെ രക്ഷകനായിട്ട് അങ്ങ് വിശ്വസിക്കണം. അതെ, ഏറ്റു പറയണം, നിനക്ക് രക്ഷ ലഭിക്കും. പിന്നെ നീ അത് ഭയപ്പെടണ്ട. ഈ പറഞ്ഞത് കർത്താവാ, ഞാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷെ പറഞ്ഞതാരാ? കർത്താവ് പറഞ്ഞു നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്, നിത്യജീവന് നിങ്ങൾ അർഹരാണ്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുകയും വാഗൊണ്ടേറ്റ് പറയുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. ലിസ്റ്റിലുള്ളവരുടെ പേര് വിളിച്ച് അവരെ അടുത്ത ക്ലാസ്സിലോട്ട് പാസ് ജയിച്ചെന്നും പറഞ്ഞ് അധ്യാപകർ വിളിച്ച് കയറ്റുന്നത്. തോറ്റവരൊന്നും കയറത്തില്ല, ജയിച്ചവരെ കയറുകയുള്ളൂ. പേര് വിളിക്കും. അപ്പോൾ ഈ പേരെഴുതപ്പെട്ടിരിക്കണം. ഇത്രയും ചെയ്താൽ മതി, അപ്പോൾ പേരെഴുതപ്പെടും. വേറെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമില്ല. അപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവിൻ. ഒരിക്കലും ഈ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ യേശു ഇങ്ങനെ പറഞ്ഞയച്ച് പ്രസംഗിക്കാൻ അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ട്, പിശാചിനെ പുറത്താക്കാൻ, രോഗങ്ങളെ സുഖപ്പെടുത്താൻ. അവർ പോകുന്ന വഴിക്ക് അതൊക്കെ ചെയ്യുകയും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് അവർ പ്രസംഗിക്കുന്ന കാര്യത്തിന് സത്യത എന്താണെന്ന് അവർ വെളിപ്പെടുത്താൻ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. പോയപ്പോൾ അവർ പിശാചുക്കളെയൊക്കെ അങ്ങ് പുറത്താക്കി. അവർക്കൊരു വലിയ സന്തോഷം. എടാ, നമ്മൾ യേശു ക്രിസ്തു നാമത്തിൽ പിശാച് ഇറങ്ങിപ്പോ എന്ന് ഒരു മനുഷ്യനോട് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ കയറിയിരുന്ന പിശാച് ഇറങ്ങി അങ്ങ് പോവുക. അവർക്കൊരു സന്തോഷം, അപ്പോസ്തലന്മാർക്കൊരു സന്തോഷം ഉണ്ടായി. അവർ തിരിച്ചു വന്നപ്പോൾ യേശുവിനോട് അത് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പോയി. എന്താ? അതെ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചിനോട് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ പിശാച് ഇറങ്ങിപ്പോകുന്നു. കർത്താവിൻ്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലൂക്കോസ് 10:20. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവീൻ. നമ്മൾ ഏത് കാര്യത്തിലാണ് സന്തോഷിക്കേണ്ടത്? നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവീൻ. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു, സംശയമൊന്നും വേണ്ട, എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആരുടെ പേരുകൾ? കർത്താവിനെ രക്ഷകനായി വിശ്വസിച്ച് ഏറ്റുപറയുന്നവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ. കർത്താവ് പറഞ്ഞൊരു കാര്യം ഒരിക്കലും കള്ളമല്ല. അവൻ കള്ളം പറയുന്നവനല്ല. ഇനി നമ്മൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞത്
ചില നിർദ്ദേശങ്ങൾ ബൈബിളിൽ തന്നിട്ടുണ്ട്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം. റോമ 12-ാം അധ്യായം 15-ാം വാക്യം, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവീൻ, കരയുന്നവരോടുകൂടി കരയുവീൻ. ഇത് 2 വാചകങ്ങൾ ചേർന്ന് മനസ്സിലാക്കിക്കണം. കരയുന്നവരോടുകൂടി കരയുവീൻ. ഒരാളുടെ ദുഃഖം പ്രയാസം വരുമ്പോൾ അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരണം. ഒരു മരണ വീടാണ്, അവിടുത്തെ ഗ്രഹനാഥൻ മരിച്ചുപോയി. വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആ വീടിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച്. ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരണം. അതിനോട് ചേർന്ന മറ്റേതും പറഞ്ഞിരിക്കുന്നത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും. ഒരു വീട്ടിലെ മകളുടെ കല്യാണത്തിന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു, സദ്യക്ക് വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കും സന്തോഷം വേണം. അസൂയൊന്നും വേണ്ട. അസൂയപ്പെട്ടിരുന്നാൽ സന്തോഷം ഉണ്ടാകത്തില്ല. അസൂയൊക്കെ മാറ്റിവെച്ച് അവർക്കത് സംഭവിച്ചല്ലോ, നല്ലൊരു കല്യാണം മകൾക്ക് നടന്നല്ലോ, നമ്മൾ സന്തോഷിക്കണം. നമ്മളും പോയി ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. നമ്മൾ അവരുടെ ക്ഷണമനുസരിച്ച് അവരുടെ റിസപ്ഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരോടുകൂടെ സന്തോഷിക്കണം. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടി കരയുവിൻ. അടുത്തൊരു വാചകം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം. ഒരാളുടെ മുഖം കണ്ടാൽ എപ്പോഴും അങ്ങ് കരഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ആകരുത്. സന്തോഷം നമ്മുടെ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കണം. ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോഴേ മുഖത്ത് ആ ഭാവം വരുവാനൊക്കെ ഉള്ളൂ, അറിയാതെ അങ്ങ് വരും. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കണം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ കൂടെ പൗലോസ് പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവീൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവീൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പം നമ്മളെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് പലർക്കും അറിയത്തില്ലല്ലോ. ഇതാണ് ദൈവഹിതം. ഏത്? 1, എപ്പോഴും സന്തോഷിക്കണം, ദുഃഖത്തിൽ ആയിരിക്കരുത്. എനിക്ക് വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇനി ചെയ്യാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് ദുഃഖമാണ് ചിലർക്ക്. അങ്ങനെ ദുഃഖിക്കണ്ട. എല്ലാം കർത്താവിൽ പരമേൽപ്പിച്ച് അങ്ങനെ ആരംഭിച്ചാൽ മതി. കർത്താവ് അതെല്ലാം നടത്തി പരിപാലിക്കും. എപ്പോഴും നമ്മുടെ ഹൃദയം സന്തോഷത്തിലായിരിക്കണം, ഒരു കാര്യം. 2-മത്തെ കാര്യം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ചിലർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് അങ്ങ് സമർപ്പിച്ചാൽ മതി. ആ കർത്താവേ എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവീൻ. ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാനിതെല്ലാം ചെയ്തു എന്നൊന്നും ആരും ഭാവിക്കരുത്. നമുക്ക് എന്തനുഗ്രഹം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവ് ഇടപെട്ടാണ് അതെല്ലാം അങ്ങനെ ആക്കി തീർത്തത്. നന്ദി പറയണം, നന്ദി പറയണം. എല്ലാ കാര്യത്തിലും കർത്താവേ നന്ദി, സ്തോത്രം എന്ന് പറയണം. നമ്മുടെ നാവ് സ്തോത്രം ചെയ്യുന്ന ഒരു നാവായിട്ട് മാറണം. അപ്പം സന്തോഷിക്കണം, പ്രാർത്ഥിക്കണം, നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇത്രയേ ഉള്ളൂ. സന്തോഷിക്കുക, പ്രാർത്ഥിക്കുക, നന്ദി പറയണം. എല്ലാ കാര്യങ്ങളും അങ്ങ് ഭംഗിയായിട്ട് നടന്നു പോയിക്കോളും. ഇനിയും വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, നമുക്ക് ഈ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമായിരിക്കും, അപ്പോൾ മാത്രം സന്തോഷിച്ചാൽ പോരാ, പിന്നെയോ കഷ്ടതകളിലും നാം സന്തോഷിക്കണം. ആ ആശയം പ്രത്യേകം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചോണം. കഷ്ടതകളിലും നാം സന്തോഷിക്കണം. 1, ക്ഷാമത്തിൽ സന്തോഷിക്കണം. ഹബക്കൂക്ക് 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ അല്ലല്ലോ, ഇസ്രായേൽക്കാരുടെ നാട്ടിലെ ആണല്ലോ എന്ന് വിചാരിക്കും. അത്തിവൃക്ഷം ഇവിടെ ഇല്ല, മുന്തിരിയുടെ ഫലങ്ങൾ കൃഷി ഇവിടെ ഇല്ലല്ലോ, ഒലിവുമരം ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആട്ടും കൂട്ടം ആലയിൽ അറ്റുപോകുക, അത് നമ്മുടെ ഒരു തൊഴിലല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. എങ്കിലും അത് മൊത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽക്കാരോട് പറഞ്ഞതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് അത്തിവൃക്ഷം പൂക്കുന്നില്ല. അത്തി വൃക്ഷം പൂത്ത് അത്തിപ്പഴം ഉണ്ടായി തിന്നാനിരിക്കുക, അത് പൂക്കുന്നില്ല. മുന്തിരിയിൽ ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. ഒലിവ് മരത്തിൽ കായ്കളില്ല. വയലുകളിൽ ധാന്യം വിളയുന്നില്ല. ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോകുന്നു. കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതാകുന്നു. സങ്കടമാണ് സാധാരണ ഉണ്ടാകുന്നത്. പക്ഷേങ്കിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെല്ലാം സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. എന്ത് കഷ്ടപ്പാടുണ്ടായാലും സന്തോഷത്തിൻ്റെ ആ ഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകരുത്. അടുത്തത്, ക്രിസ്തുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. മത്തായി 5:11-12 എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ വിധത്തിലും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവീൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തെ പ്രതി നമ്മളെ വെറുതെ അങ്ങ് അവഹേളിക്കുക, പീഡിപ്പിക്കുക, ചെയ്തിട്ടില്ലാത്തതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തി നമ്മളെ മോശമാക്കുക. നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. നമ്മൾ ആഹ്ലാദിച്ചോളാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ അപമാനം സഹിക്കേണ്ടി വരും, അന്നേരവും സന്തോഷിച്ചോളീൻ. അപ്പോസ്തല പ്രവൃത്തികൾ 5:41 പറയുന്നു, അപ്പോസ്തലന്മാർക്ക് ചില വിഷമതകളൊക്കെ ഉണ്ടായി. അപ്പോസ്തലന്മാർ ആകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപമാനം സഹിക്കാൻ അത് യോഗ്യതയായിട്ട് അവർ കണക്കാക്കിയത്. സഹിക്കാൻ എനിക്ക് സാധിച്ചല്ലോ, അത് സഹിക്കാൻ സാധിച്ചല്ലോ, അതിലവർ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് അവർ പുറത്തു പോയി. ദാരിദ്ര്യം വരുമ്പോഴും സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 6:10 ഞങ്ങൾ ദുഃഖിതരെ പോലെ ആണെങ്കിലും സദാ സന്തോഷിക്കുന്നു, ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ജീവിതത്തിൽ അഗ്നിശോധനകളുണ്ടാകും. കഷ്ടപ്പാടിൻ്റെ ചില കഷ്ടപ്പാടുകളൊക്കെ നമ്മളെ ശോധന ചെയ്യാനായിട്ട് തരുന്നത്. പത്രോസ് ആ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളെ ശോധന ചെയ്ത് ശുദ്ധീകരിക്കാനുള്ളതാണ്. അഗ്നിശോധനയിൽ അന്നേരവും നമ്മൾ സന്തോഷിക്കണം. 1 പത്രോസ് 4:12-13 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവീൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. പല കഷ്ടതകളിൽ നമ്മൾ സന്തോഷിക്കണം. പിന്നെ സന്തോഷിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, ചില കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുവാൻ പാടില്ല. അതേ ചില സൂചനകൾ ബൈബിൾ തരുന്നത് നമുക്ക് നോക്കാം. 1, അനീതിയിൽ സന്തോഷിക്കരുത്. 1 കൊരിന്ത്യർ 13:6 വാക്യം പറയുന്നു, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹമുണ്ടോ, ഒരനീതിയിൽ നമ്മൾ സന്തോഷിക്കത്തില്ല. സത്യം നടക്കണം, സത്യത്തിലാണ് ആഹ്ലാദം കൊള്ളേണ്ടത്. വേറൊന്ന്, ചിലരൊക്കെ നമ്മളെ വെറുക്കും. നമ്മുടെ കുറ്റം കൊണ്ടല്ലായിരിക്കും, അവരങ്ങ് വെറുക്കുകയാണ് നമ്മളെ. ആ വെറുക്കുന്നവൻ്റെ നാശത്തിൽ നമ്മൾ സന്തോഷിക്കരുത്. യോബ് 31:29 പറയുന്നു, എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചെങ്കിൽ
അവൻ്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചെങ്കിൽ ഞാനൊരു തെറ്റല്ല ചെയ്യുന്നത് എന്ന് യോബ് പറയുകയാണ്. മറ്റൊരു കാര്യം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകും, സന്തോഷിക്കരുത്. മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ നാം സന്തോഷിക്കരുത്. സുഭാഷിതങ്ങൾ 17:5 പറയുന്നു, ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെയാണ് നിന്ദിക്കുന്നത്. മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. മറ്റുള്ളവർക്കൊരു അത്യാഹിതം വന്നു, അവനങ്ങനെ വരണം പറയരുത്, അതിൽ സന്തോഷിക്കരുത്. ശത്രു തട്ടി വീഴുമ്പോൾ സന്തോഷിക്കരുത്. സുഭാഷിതങ്ങൾ 24:17 ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്, അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും വരുത്. ചിലർക്ക് പെട്ടെന്ന് അറിയാതെ നടന്നു പോകുമ്പോൾ വീഴും, സൈക്കിൾ പഠിക്കുമ്പോൾ വീഴും, കാർ ആക്സിഡൻ്റ് ഉണ്ടാകും. അവനത് സംഭവിക്കേണ്ടിയായിരുന്നു എന്ന് ചിലർ മനസ്സിൽ വിചാരിക്കരുത്. അങ്ങനെ നമ്മൾ സന്തോഷിക്കരുത്. വേറൊന്നുള്ളത്, സഹോദരന്മാരെ കഷ്ടതകളായിരിക്കുന്ന സമയങ്ങൾ വരും. അന്നേരം നമ്മൾ അതിൽ സന്തോഷിക്കരുത്. ഒബാദിയ 12 പറയുന്നു, ഒരധ്യായമുള്ളല്ലോ ഒബാദിയ, നിന്റെ സഹോദരൻ്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സന്തോഷിക്കരുതായിരുന്നു, യൂദായുടെ വിനാശത്തിൻ്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു, അവരുടെ ദുരിതത്തിൻ്റെ നാളിൽ നീ വമ്പ് പറയരുതായിരുന്നു. ഇത് നമ്മൾ ഓർത്തോണം. സഹോദരൻ്റെ കഷ്ടതകളിൽ നമ്മൾ സന്തോഷിക്കരുത്. സഹായിക്കാവുന്നിടത്തോളം സഹായിക്കണം. പാപികൾ അനുതപിക്കണമെന്നും പിതാവായ തൻ്റെ പക്കലേക്ക് തിരികെ വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് പാപികളുടെ അനുതാപം. ഇതുമായി ബന്ധപ്പെട്ട് യേശു കർത്താവ് പറഞ്ഞ 3 ഉപമകൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ലൂക്കോസ് വിവരിച്ചിട്ടുണ്ട്. അതും എല്ലാവർക്കും അറിയാം, അല്ലെങ്കിലും നമ്മൾ കൂടുതൽ വായിച്ച് ധ്യാനിക്കേണ്ട 3 ഉപമകളാണ്. ചുരുക്കമായിട്ട് സമയത്തിൻ്റെ അനുസരിച്ച് വളരെ ചുരുക്കമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ഉപമ കാണാതായ ആടിൻ്റെ ഉപമയാണ്. ഫരീസേരും നിയമജ്ഞരും തങ്ങൾ യഹോവയുടെ മുമ്പിൽ ശ്രേഷ്ഠരും, ചുങ്കക്കാരും പാപികളും കർത്താവിനെ സമീപിക്കാൻ അയോഗ്യരുമാണെന്ന് ആണ് അവരുടെ ചിന്ത. യേശു പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് അവർക്കിഷ്ടമായില്ല. ഈ അവസരത്തിൽ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നു. മേയ്ക്കാൻ പോയ അവസരത്തിൽ അതിലൊന്ന് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിനെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു പിന്നെ അയാളുടെ ഏക ലക്ഷ്യം. 99 മരുഭൂമിയിൽ വിട്ടിട്ട് മറ്റതിനെ തേടി അയാൾ പോയി. അതിനെ കണ്ടു കിട്ടുവോളം തേടിപ്പോയി. അവസാനം കണ്ടുകിട്ടിയപ്പോൾ സന്തോഷത്തോടുകൂടെ അതിനെ തോളിലേറ്റി വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി അവരോട് പറയുന്നു, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടി, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവീൻ. യേശു ഈ ഉപമ ഇങ്ങനെയാണ് ചുരുക്കുന്നത്. ലൂക്കോസ് 15:7 പറയുന്നു, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആടിനെ കണ്ടുകിട്ടിയപ്പോൾ അതിനെ തോളിലേറ്റിക്കൊണ്ടാണ് തിരികെ വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. സ്വർഗത്തിലെ പാപികളെ അനുഭവിക്കാൻ കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. ഒന്ന്. മറ്റൊന്ന്, ഈ തെറ്റിപ്പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ എടുത്തുകൊണ്ട് വന്ന് നടത്തിച്ചുകൊണ്ടൊന്നുമല്ല വന്നത്, തോളിലേറ്റി യജമാനും കൊണ്ടുവന്നു. അപ്പോൾ യജമാൻ്റെ തോളിൽ കയറാൻ പാപികൾക്ക് സാധിച്ചു എന്ന ഒരു സൂചന എൻ്റെ അകത്തുണ്ട്. അവരെ തോളിലേറ്റി, അവരോട് ദേഷ്യപ്പെടുകയല്ല, സ്നേഹത്തോടുകൂടി കൃപയാൽ എടുത്തുകൊണ്ട് തോളിലേറ്റിക്കൊണ്ട് വന്നു. രണ്ടാമത്തെ ഉപമ കാണാതായ നാണയത്തിൻ്റെ ഉപമയാണ്. 10 നാണയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക്
അതിൽ ഒന്നാം നഷ്ടപ്പെട്ടു. അവൾ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അന്വേഷിച്ചു. അവൾ ഉത്സാഹത്തോടെ അന്വേഷിച്ചു, കണ്ടു കിട്ടുവോളം അന്വേഷിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. ഉത്സാഹത്തോടെ അന്വേഷിച്ചു, കണ്ടു കിട്ടുവോളം അന്വേഷിച്ചു. കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവൾ പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവീൻ. യേശു ഉപമ ഇങ്ങനെ ചുരുക്കുന്നു, ലൂക്കോസ് 15:10. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മൂന്നാമത്തെ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമ എന്നാണ് നമ്മളതിന് സാധാരണ പേര് കൊടുത്തിരിക്കുന്നത്. കാണാതായ ആട്, കാണാതായ നാണയം, ഈ ഉപമകളിൽ കൂടി നഷ്ടപ്പെട്ടു പോകുന്ന പാപികളെയാണ് യേശു സൂചിപ്പിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞ് യേശു കർത്താവ് അത് വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഇളയ മകൻ തൻ്റെ ഓഹരിയെല്ലാം ശേഖരിച്ചുകൊണ്ട് പിതാവിൽ നിന്നും അകന്ന് ദൂരത്തേക്ക് പോയി. ധൂർത്തനായി ജീവിച്ചു, സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞു, പന്നികളെ മേയിക്കുന്ന ജോലി സ്വീകരിച്ചു. ക്ഷാമകാലമായതിനാൽ പന്നികളുടെ അമരത്തവിട് പോലും അവന് ഭക്ഷിക്കുവാൻ ലഭിച്ചില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. പിതാവിൻ്റെ ഭവനത്തെ അവൻ ഓർത്തു. സുഭിക്ഷമായി ഭക്ഷിക്കുന്ന ദാസന്മാരെ അവൻ ഓർത്തു. അനുതാപത്തോടുകൂടി അവൻ തിരിച്ചു വന്ന് ദാസനായിട്ടെങ്കിലും കൈക്കൊള്ളണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ചു. മൃതനായിരുന്ന പുത്രൻ ജീവനോടെ തിരികെ വന്നതിൽ ആഹ്ലാദിച്ച് കാളക്കുട്ടിയെ പാകം ചെയ്ത് ഭക്ഷിച്ച് അവർ സന്തോഷിച്ചു. ലൂക്കോസ് 15:32. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. നിന്റെ സഹോദരനോട് പറയുകയാണ്, മൂത്തവനോട്, നിന്റെ സഹോദരൻ മൃതനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. നമ്മൾ ഭക്ഷിച്ച് സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ സമകാലീന ചരിത്രം ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ കൃപയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. തുടർന്ന് സമാധാനത്തെക്കുറിച്ചാണ് പഠിച്ചത്. അത് സംബന്ധിച്ചും പാപികളുടെ മാനസാന്തരത്തിൽ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിച്ചു. 160 അടുത്ത എപ്പിസോഡിൽ ഫിലിപ്പിയർ 1:6 മുതൽ നമുക്ക് വാക്യങ്ങൾ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.